എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ കഴിഞ്ഞ വർഷം ഇതേ ദിവസമായിരുന്നു നമ്മുടെ ജെൻഡർ റിവ്യൂ. അതിൻ്റെ ആനിവേഴ്സറി ആണിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ന്യൂവിന് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. നമ്മളിത് ആദ്യമായിട്ടാണ് ഇതിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഈ വീഡിയോ ഒരു സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കൂടിയാണിത്. നമ്മൾ ഇതേ ദിവസം കഴിഞ്ഞ വർഷം ജെൻഡർ റിവ്യൂ പാർട്ടി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് നല്ല മൊമെൻറ്റ്സാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു അന്നത്തേത്. അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു. അതൊക്കെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ UK ഉള്ള ഒരു ഓപ്ഷൻ ആണല്ലോ ജെൻഡർ റിവീൽ ചെയ്യാം എന്നുള്ളത്. നമ്മുടെ നാട്ടിലും UK വെച്ച് നോക്കുമ്പോൾ UK കുറേ കൺട്രികൾ ഇപ്പം അതുപോലെ ജെൻഡർ റിവീലിൽ ഓക്കെയാണ്. ചില കൺട്രികളൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിചാരിച്ചത് ജെൻഡർ റിവീൽ നടക്കണ്ട, നമുക്ക് ലാസ്റ്റ് തന്നെ സർപ്രൈസായിട്ട് അറിഞ്ഞാൽ മതി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ചോയ്സ് ഉള്ള സ്ഥിതിക്ക് നമ്മളത് എങ്ങനെ ഹൈഡ് ചെയ്യാനായിട്ട് തോന്നില്ല. അതിനേക്കാൾ ഉപരി നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരിക്കലും അത്രയും ക്യൂരിയോസിറ്റി ആയിരുന്നു. അറിയാവുന്നൊരു ചോയ്സ് ഉള്ളത് കൊണ്ട് മാത്രമല്ല. അപ്പം നമ്മൾ 5th month സ്കാനിലാണല്ലോ നമുക്ക് ജെൻഡർ റിവീൽ ചെയ്യാൻ പറ്റുക. അപ്പം നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നെയ്വ് അവിടെ അപ്പുറ സൈഡിൽ ഭയങ്കര അവൾ കളിയാണ് ഡാഡുവിന് കൂടിയിട്ട്. അപ്പം അതിൻ്റെ സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ അന്നത്തെ ദിവസം വളരെയധികം സ്പെഷ്യലാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സ്പെഷ്യൽ ദിവസമാണ്. കാരണം അത്രയും സന്തോഷിച്ചൊരു മൊമെൻറ്റ് പിന്നെ എനിക്കുണ്ടായിട്ടുള്ളത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണുമ്പോഴാണ്. ഈ 2 സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നമ്മൾ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു. ദിവസങ്ങളിൽ 2 ദിവസങ്ങളാണ് ഈ ദിവസം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമുക്ക് ജെൻഡർ റിവ്യൂവിൽ സ്കാനിങ്ങിൽ പോകുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ലൊരു പാർട്ടി നടത്താനാണ് ജെൻഡർ റിവ്യൂ പാർട്ടി വരെ നടത്തുന്നുണ്ട്. സോ ഞങ്ങളിപ്പം അറിയിക്കേണ്ട നമ്മുടെ ഫ്രണ്ട്സ് വഴി നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്യാനാണെന്നുള്ളവരോട് പറഞ്ഞു. അപ്പോൾ അവരോട് എൻവലപ്പിലാക്കിയിട്ട് ജെൻഡർ ഏതാണെന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മളതുപോലെ നമ്മളത് നേരെ നമ്മൾ ഫ്രണ്ട്സിനെ ഏൽപ്പിച്ചു. ബാക്കി പ്ലാനിങ്സ് എല്ലാം അവരായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജെൻഡർ റിവീൽ ബലൂൺ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു മൊമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് തന്നെ അവരത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാളുടെ പേര് പറയുന്നില്ല ഞാൻ, കാരണം എല്ലാവരും അന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും അന്ന് പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഈ ഒരു കളിയിൽ ഒരുപാട് നന്ദി പറയുന്നത്. കാരണം നമ്മളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ അത്രയും സമയം കണ്ടെത്തി നമ്മുടെ ഒരു പരിപാടിക്ക് നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പോലെ നമുക്ക് വന്നതും ആ പരിപാടി അത്രയും നല്ല പരിപാടിയായിട്ട് തന്നതും നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും അവർ കൂടെ ഉണ്ടായിരുന്നു നമ്മളുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരത്തിന് അവരോട് നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും നമുക്ക് ആ ഒരു സ്നേഹം നിങ്ങളെല്ലാവരും ഓരോ സമയത്താണെങ്കിലും ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനെങ്കിലും എല്ലാവരും പറഞ്ഞ എല്ലാവരും അന്വേഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പം അന്നത്തെ ദിവസം ആ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബലൂണിൽ കളർ മിക്സ് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഒട്ടും എനിക്കും ഷാനേനും മാത്രമാണ് അറിയാതിരുന്നത്. ബാക്കി നമ്മുടെ കൂടെ എന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും അറിയായിരുന്നു പെൺകുഞ്ഞാണ് എന്നുള്ളത്. അപ്പം ബലൂണ് പൊട്ടിക്കുന്നത് ഞാനായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ച ആ ഒരു സമയത്ത് ഫുൾ സ്റ്റെക്കായിപ്പോയി. ആ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് കാണാനും പറ്റും. നമ്മളത് പ്രതീക്ഷിക്കാതെയാണ്
ആയിരിക്കും എന്നുള്ള ഒരു ഇത് ക്യൂരിയോസിറ്റി മാത്രമേ ആ സമയത്ത് ഭയങ്കര ബ്ലാങ്കായി പോവുകയും ചെയ്തു. എന്താ എങ്ങനെയത് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് അറിഞ്ഞൂടാ. അത്രയും നമ്മളത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തേത്. അപ്പം പെട്ടെന്ന് കളർ പിങ്ക് കളർ അതിന് ബലൂൺ പൊട്ടിച്ചുടനെ തന്നെ ഷാനയുടെ ഭയങ്കര തുള്ളിച്ചാട്ടും എല്ലാവരും ഭയങ്കര ക്ലാപ്പൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്റ്റക്കായി ജസ്റ്റ് നോക്കും. പക്ഷെ എനിക്കിതിൻ്റെ കണ്ണ് സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഹൈപ്പറായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പിങ്ക് കളർ വന്നു. പിങ്ക് കളർ കൂടി കണ്ടപ്പോൾ അതെനിക്ക് ഇപ്പോഴും എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ഭയങ്കര സന്തോഷമാണോ എനിക്ക് എന്താ ആ സമയത്ത് ഉണ്ടായത് എനിക്ക് ഇപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. വളരെയധികം ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയുക കാത്തിരുന്ന് ആരാണ് എന്ന് അറിഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ ഇനി എപ്പോൾ വരും എന്നുള്ളൊരു കാത്തിരിപ്പായിരുന്നു. പക്ഷെ ആ ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഞാൻ ഇവിടെ UK ആളുകളാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് സൂപ്പർ സജസ്റ്റ് ചെയ്യാണ്. നമ്മൾ ആ ഒരു മൊമെൻറ്റ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട വേണം. നമുക്ക് നമ്മുടെ ലൈഫിൽ ശരിക്കും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരിക്കും അത്. ഞാൻ അത്രയും ആ സമയം ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ ഇപ്പോഴും ആ ഒരു സമയം ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും നല്ലൊരു സ്പെഷ്യൽ മൊമെൻ്റാണ്. അപ്പം അത്രയും ആ മൊമെൻറ്റ് ഞാൻ കൂടുതൽ അങ്ങനെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമ്മളെന്തായാലും ആ വീഡിയോ ഈ ഒരു വീഡിയോയോടൊപ്പം തന്നെ അതുകൂടി ക്ലബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ്. 3, 2, 1, go! That's an amazing moment. ഹാപ്പിയാണോ നിങ്ങൾ? ഹാപ്പിയാണോ? So, it's not just a cake that we are cutting, it's a slice of a wonderful journey that lies ahead. So, Shana and Pudra, so let's dive into the sweet moments together. To the baby girl. Yay! So cheers to the parents.